പുതിയ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് എന്തിനുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. തീ സാധനം. ഏതറിനെ വലിയോ? എന്റെ വണ്ടിയിൽ എത്ര ആവൂല, അതാണ് മെയിൻ. ഏതറിനെ വെല്ലൂലെന്നാണ് പറയണേ. നിനക്കെന്താണ് ഇതിൽ പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് കൊച്ചിച്ചന്റെയും കുഞ്ഞമ്മേരെയും വക നമുക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റ് ഉണ്ട്. നമ്മൾ കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആയിട്ട് പയ്യൻ എത്തിയിട്ടുണ്ട്. കൊച്ചിച്ചന്റെയും കുഞ്ഞമ്മേരെ 20ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. നീണ്ട 20 വർഷത്തിന്റെ കേക്ക് മുറിപ്പാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. 20ാമത്തെ വർഷമാണെങ്കിലും അവരുടെ സ്നേഹത്തിന് അന്നും ഒന്നും ഒരു കുറവും വന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഗിഫ്റ്റ് അവർക്ക് കൊടുത്തു. വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല, ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തതാണ്. ദാ ഈ കാണുന്ന ഫോട്ടോയാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. ചേട്ടനും അനിയത്തിയും കൂടെ ചേർന്ന് അച്ഛനും അമ്മയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റും വാങ്ങി. 2 വാച്ചാണ് അനിയത്തിയും ചേട്ടനും കൂടെ ചേർന്ന് വാങ്ങിക്കൊടുത്തത്. അടുത്തത് കുഞ്ഞനീത്തി നമ്മൾ ആരും കാണാതെ കൊണ്ട് കൊടുത്തിട്ട് പോയതാണ്. അതും കുഞ്ഞമ്മേരെയും കൊച്ചിന്റെയും ഫോട്ടോ ചെയ്ത ഒരു ഫ്രെയിം ആയിരുന്നു. ഇതിനെ വിൽക്കായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വിലക്ക് വാങ്ങിക്കാം. OLX എപ്പോഴും ഫ്രീ ആയിട്ട് എടുത്തോ. ഒരുത്തിയെ വിൽക്കുന്ന കാര്യം പറയുന്നതിന്റെ ഇടയിലും ഗിഫ്റ്റ് കൊടുക്കാൻ കാണിച്ച ആ മനസ്സ് നമ്മൾ ആരും കണ്ടില്ലെന്ന് വെക്കരുത്. ഈ ഫ്രെയിമിൽ ഇച്ചിരി വ്യത്യസ്തമായി 2 പിള്ളേരും കൂടെ ഉണ്ട്. ഇനി നമുക്ക് കുഞ്ഞമ്മ ഉണ്ടാക്കിയ കേക്ക് മുറിക്കാം. ഈ കാണുന്ന 3 സാധനം എന്താണെന്ന് എനിക്കറിയില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോ കുൽഫി എന്നും പറഞ്ഞ് എന്റെ വയലെടുത്ത് കുത്തിക്കയറ്റി. അതിന്റെ ഇടയിൽ കൂടെ ഇത്രയും പ്രായമായ 2 മുതുക്കുകളടന്ന് അടിയുണ്ടാക്കും. ഇതെന്റെ കുഞ്ഞനീത്തിയാണ്. ഭാവിയിൽ വലിയൊരു വ്ളോഗറാവാൻ വേണ്ടി ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങിയിരിക്കുകയാണ്. കുഞ്ഞമ്മയുടെ എനിക്ക് വ്ളോഗ് തുടങ്ങാനുള്ള സഹായം, എനിക്ക് മോട്ടിവേഷൻ പ്രോത്സാഹനം തന്ന് മോട്ടിവേഷൻ ചെയ്ത് ഞാൻ ഇപ്പോൾ വ്ളോഗ് തുടങ്ങാനുള്ള മെയിൻ കാരണം എൻ്റെ ഈ കുഞ്ഞമ്മയാണ്. ഞാൻ നാളെ വലിയൊരു ആളാവുകയാണെങ്കിൽ കുഞ്ഞമ്മയ്ക്ക് അതിൽ വലിയൊരു പങ്ക് കുഞ്ഞമ്മയ്ക്ക് കൊടുക്കണമെന്നാണ് കുഞ്ഞമ്മ പറഞ്ഞേക്കണേ. ഉറപ്പായിട്ടും എവിടെ പോയാലും കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നന്ദുചേട്ടൻ ഒരു സമാധാനം ഇല്ല. ആരെങ്കിലും അങ്ങനെ ഭാഗ്യം ചെയ്തതായിട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോ. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് കഴിക്കാനായിട്ടിരുന്നു. അനിയത്തിയെ വിൽക്കുന്ന കാര്യം പറയുന്നതിന്റെ ഇടയിൽ ഗിഫ്റ്റ് കൊടുത്ത പുള്ളി ഇതാണ്. അപ്പൊ ചേച്ചിയെ കാണിക്കാതെ വിട്ടാൽ അതൊരു മോശമല്ലേ? കഴിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഉള്ള കറണ്ടും പോയി. അങ്ങനെ കറണ്ട് വന്നു. ഇനി നേരെ വീട്ടിലോട്ടാണ്. അപ്പൊ ഓക്കെ, ബൈ.